HDFCയുടെ ATMൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ATMൻ്റെ ആ സ്ക്രീനിൽ മലയാളത്തിൽ വരുന്ന ആ ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം, പണം പിൻവലിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. HDFCയുടെ ATMനെയും CDMനെയും സംബന്ധിച്ച വളരെ യൂസ്ഫുള്ളായ എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, മലയാളം ഓപ്ഷനുകളിലൂടെ ക്യാഷ് വിഡ്രോവൽ ചെയ്യാനായി HDFCയുടെ ATMലേക്ക് പോകാം. HDFCയുടെ ATM ഇതാണ്. അപ്പോൾ നമ്മുടെ ATM കാർഡ് ആദ്യം ഈ ഒരു മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായിട്ട് സ്ക്രീനിൻ്റെ നേരെ താഴെയായിട്ട് ഈ ഭാഗത്താണ് ഈ മെഷീനിൻ്റെ കാർഡ് റീഡർ ഉള്ളത്. HDFCയുടെ തന്നെ എൻ്റെ ATM കാർഡാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇൻസർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാർഡ് നമ്മൾ ഈ രീതിയിലാണ് പിടിക്കേണ്ടത്. ഇതിനെ തിരിച്ചോ മറിച്ചോ ഒന്നും നമ്മൾ ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യരുത്. അപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിലൂടെ കാർഡിനെ ഇങ്ങനെ അകത്തേക്ക് നീക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാർഡ് അവിടെ ലോക്കായി കഴിഞ്ഞു. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ നമ്മളുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവൂ. ഇപ്പൊ സ്ക്രീനിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇതിൽ കുറെ ലാംഗ്വേജുകൾ ഉണ്ട്. അപ്പൊ സ്ക്രീനിന്റെ വലതുവശത്തുള്ള 4 ഓപ്ഷനുകളിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് മലയാളം. അതിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഭാഷ സെലക്ട് ചെയ്തതും വീണ്ടും സ്ക്രീനിൽ കുറെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീനിന്റെ ഇടതുഭാഗത്തായിട്ടുള്ള 3 ഓപ്ഷനുകളിൽ നടുവിലായിട്ടുള്ള പണം പിൻവലിക്കുക എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ മുന്നോട്ട് പോകുക എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അടുത്തതായി അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് കറന്റ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് സേവിങ്സ് അക്കൗണ്ടും. അപ്പൊ നമ്മൾ സാധാരണയായി ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ്. അപ്പൊ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ചിലരൊക്കെ കറന്റ് അക്കൗണ്ട് തുടങ്ങാറുണ്ട്. അവർക്ക് അവരുടെ അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആണെന്ന് അറിയാം. അവർ മാത്രം കറന്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അല്ലാത്തവരൊക്കെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എത്ര രൂപയാണോ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഞാനൊരു 8000 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിൻ്റെ നേരെ താഴെയായിട്ട് ഈ കാണുന്നതാണ് മെഷീനിൻ്റെ കീപാഡ്. ഈ കീപാഡിൽ ചില ട്രിക്സുകളൊക്കെ ഉണ്ട്. ആ ട്രിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ഓപ്ഷനുകളിലൂടെ എങ്ങനെ ക്യാഷ് എടുക്കാം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കാണ് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ മുകളിൽ ഐ ബട്ടണിലുള്ളത്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ വരുന്ന പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിലിൽ പ്രസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. അതിൽ വളരെ യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും HDFC ബാങ്കിൻ്റെ ATM ഉപയോഗിക്കുന്നവർ കണ്ടിരിക്കേണ്ട വീഡിയോയാണത്. അപ്പോൾ കീപാഡിൽ ആദ്യം 8ഉം പിന്നെ 3 0 ഞാൻ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ സ്ക്രീനിൽ 8000 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ സ്ഥിരീകരിക്കുക എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് അഥവാ നമ്മൾ പിൻ നമ്പർ എന്ന് പറയില്ലേ, ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ATM കാർഡിൻ്റെ പിൻ നമ്പർ ഞാൻ ക്രമം തെറ്റാതെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പം മെഷീൻ ആ 8000 രൂപയെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്ക്രീനിൽ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പണത്തിനായി കാത്തിരിക്കുക എന്ന് കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ATM കാർഡ് ഇതേപോലെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഈ മെഷീനിൻ്റെ ക്യാഷ് പുറത്തേക്ക് വരുന്ന ഭാഗം ഇതാണ്. അപ്പം നമ്മൾ കാർഡ് എടുത്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ മൗത്ത് ഇതുപോലെ ഓപ്പൺ ആവുകയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാഷ് ഇതുപോലെ പുറത്തേക്ക് വരികയും ചെയ്യും. അത് നമുക്ക് ഇതുപോലെ സ്വീകരിക്കാം. അങ്ങനെ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായി. അപ്പോൾ ഈ രീതിയിലാണ് HDFC ബാങ്കിൻ്റെ ATMലൂടെ അവരുടെ തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്. HDFCയുടെ ATMലും CDMലും ഇംഗ്ലീഷ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തമ്പനയിൽ ഇപ്പോൾ സ്ക്രീനിലുണ്ട്. അതിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.